വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലേക്കാണ്, റാന്നിയിൽ ഇപ്പോൾ ആശ്വാസമാണ് കാര്യങ്ങൾ. പമ്പാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നു. ഇതോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വെള്ളക്കെട്ടിൽ റാന്നിയിലെ വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു റാന്നിയിൽ നിന്നും. പ്രവീൺ, ഇന്നലെ നമ്മളെ ഒന്ന് പേടിപ്പിച്ചു റാന്നി, പക്ഷേ വെള്ളം ഇറങ്ങി മറ്റു പ്രദേശങ്ങളിലേക്ക്. പ്രത്യേകിച്ച് നേരത്തെ പ്രതികരണങ്ങൾ കണ്ടിരുന്നു, റാന്നിയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതോടുകൂടി ആറന്മുള ആ ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് അങ്ങനെ ഒഴിഞ്ഞിട്ടുമില്ല. പക്ഷേ റാന്നിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരികളെയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചു അല്ലേ? കടകളിലൊക്കെ വെള്ളം കയറി, അത് ഇറങ്ങിയോ? നിലവിൽ മഴയുടെ സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് റോഷ്നി. ഇപ്പോൾ റാന്നിയിൽ ഇപ്പോൾ മഴ കുറവാണ്. ഇന്നലെ രാത്രിയിലും മഴയുടെ ശക്തി കുറവായിരുന്നു. പക്ഷേ ശബരിമല വനമേഖലയിലും മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് ആ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരം കാണാം. ഇന്നലെ ഇവിടെയൊക്കെ രണ്ടാൾ പൊക്കത്തിൽ വെള്ളമായിരുന്നു. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ദാ ഈ കാണുന്നതൊക്കെ. ഇതിന്റെ ഇരുവശങ്ങളിലും നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒരു ചിക്കൻ സെന്റർ ഉണ്ട്. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കോഴികളൊക്കെ അതിനടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഴുവൻ ചത്തുപോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെയൊക്കെ ഫാൻസി കടകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോഴാണ് ഈ വ്യാപാരികൾ വന്ന് ഓരോ കടകളായി തുറന്നു നോക്കുന്നത്. വലിയ നഷ്ടം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇതായി കാണുന്നത് ഇട്ടിയപ്പാറ ബസ് ടെർമിനലാണ്. ഇവിടെയാണ് 3 ആൾ പൊക്കത്തിൽ വെള്ളം കയറിയത്. ഇവിടെ മുഴുവൻ ഇന്നലെ വെള്ളം കയറി നശിച്ച അവസ്ഥയിലായിരുന്നു. ഈ താഴത്തെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കടകൾക്കാണ്, വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. ഇതൊരു പച്ചക്കറി കടയാണ്. ഇപ്പോഴാണ് ഇത് വന്ന് തുറന്നത്. മുഴുവൻ പച്ചക്കറിയും വെള്ളത്തിൽ നശിച്ചുപോയി. നമുക്ക് ആ ചാക്കുകെട്ടും തക്കാളിയും ഒക്കെ കിടക്കുന്നത് കാണാം. ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ല. ഇനി ഒരു വസ്തുവകകൾ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഒരു കടയുടെ അവസ്ഥയാണ്. ഇതുപോലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇവിടെ ഒരു ലോട്ടറി കടയുണ്ട്. ആ ലോട്ടറി കടയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും നശിച്ചുപോയി. മെഡിക്കൽ ഷോപ്പുണ്ട്. ഈ കടയുടെയൊക്കെ ഉടമസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇനിയും ദിവസങ്ങളെടുക്കും ഇവിടെ നിന്ന് വെള്ളം മാറാൻ. ഇപ്പോൾ ഇത് ലോട്ടറി ആണല്ലോ, കിട്ടിയോ ലോട്ടറി എന്തെങ്കിലും? ഇത് ലോട്ടറി ഒന്നും വേണ്ട. ഇന്നത്തേതാ മുഴുവൻ പോയി, ഒന്നുമില്ല. ഇത് ബേക്കറി, അതിനകത്ത് തുറക്കാൻ എടുക്കാനേ സാധിച്ചില്ല. ഒന്നും പറ്റിയില്ല, എല്ലാം പോയി. ഓരോ പ്രാവശ്യവും ഇത് തന്നെ അവസ്ഥ. ആരോട് പറയാനെന്നുള്ളതാണ്. ആരോട് പറയാനാ? പറഞ്ഞിട്ടെന്തോ പ്രയോജനം? കഴിഞ്ഞ പ്രാവശ്യം മറ്റുള്ള വന്ന് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു പുണ്ടമോളും ഉണ്ടാക്കിയില്ല. മനസ്സിലായോ? പിന്നെ പറഞ്ഞാലല്ല, ഒരുത്തി ഇവിടെ MLA മന്ത്രി എല്ലാം വന്നിട്ടും ഒരു ചില്ലിക്കാശ് വന്നില്ല. പിന്നെ ഇപ്പൊ ആരോട് പറഞ്ഞു? റോഷ്നി, വ്യാപാരികളൊക്കെ അല്പം ദേഷ്യത്തിൽ കൂടിയാണ്. അവരുടെ വിഷമമാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ ബക്കറ്റിലൊക്കെ വെള്ളം എത്ര കോരിയാലും ഇവിടെ നിന്നും ഇതൊന്നും പൂർണ്ണമായും ഈ വെള്ളം മാറ്റാൻ കഴിയില്ല. അത്രയും വെള്ളക്കെട്ട് ഇപ്പോഴും റാന്നി ഇട്ടിയപ്പാറ സ്റ്റാൻഡിലുണ്ട്. ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കടകളിൽ നിന്ന് കുറച്ചുകൂടി ഇറങ്ങാനുണ്ട്. നമ്മുടെ മാമുക്കിനാണെങ്കിലും കുറച്ചുകൂടി പേട്ടയിൽ നിന്നൊക്കെ കുറച്ചുകൂടി വെള്ളം ഇറങ്ങാൻ കിടപ്പുണ്ട്. ഇത് നാട്ടുകാർ പറയുന്നത് പോലെ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡിനകത്ത് വെള്ളം കയറുന്ന അവസ്ഥയാണ്. തോടും ആറും എല്ലാം പൊങ്ങിക്കിടക്കുന്നു. മണലുവാരില്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത്. വീടുകളിൽ ഇപ്പം ചെളിയാണ് കിടക്കുന്നത് കൂടുതൽ. നമ്മുടെ ഇവിടെ അത്രയും ചെളിയില്ല. താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ചെളി കിടക്കുന്ന വീടുകളാണ് കൂടുതലും ഉള്ളത്. എല്ലാം പണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടി കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന കടകളാണ് ഇവിടെ എല്ലാം. എല്ലാവരും പണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും പട്ടിണിക്കേടിലാണ് ഇപ്പം കഴിയുന്നത്. കടകളിൽ വെള്ളം ഇറങ്ങി, ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങിയത് കൊണ്ട് ഇത്രയും അപകടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇതായിട്ട് കഷ്ടപ്പാട് ഉണ്ടായി കഴിഞ്ഞായിരുന്നു. എത്രമാത്രം നഷ്ടമുണ്ടായിട്ടുണ്ട് സാർ? 13 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. ഇതിനകത്ത് എന്തായിരുന്നു? ഹോൾസെയിൽ ലോട്ടറിയാ മൊത്തം പോയി. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയും ഒപ്പം തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട് എന്നറിയാം. ഇതിനൊരു പരിഹാരം എന്താണ്? എന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം ഇപ്പം നമുക്ക് 10,000-15,000 ടിക്കറ്റോളം ഇതിനകത്തൊന്ന് പോയി. അതിൻ്റെ ബമ്പറും പോയിട്ടുണ്ട്. നമുക്ക് എന്തോ പരിഹാരം? സിസ്റ്റം, കമ്പ്യൂട്ടർ, ഇൻവേർട്ടർ എല്ലാം പോയി. അതും പോയി. 5 ലക്ഷം രൂപയുടെ ബമ്പർ കൊണ്ട് വെച്ചേ ഉള്ളൂ, അതും പോയി. റോഷ്നി, ഇവിടെ ഇട്ടിപ്പാറ ഈ ബസ് സ്റ്റാൻഡ് ടെർമിനലാണ്. റാന്നിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇതിന്റെ തൊട്ട് പുറകിലായിട്ടാണ് പമ്പാ നദി ഒഴുകുന്നത്. ആ കാണുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. 2018 മഹാപ്രളയത്തിൽ ഇവിടെയെല്ലാം ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ് ദിവസങ്ങളെടുത്താണ് ഇവിടെയെല്ലാം വൃത്തിയാക്കിയത്. ഏതാണ്ട് അതേ സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറയിലും ഉള്ളത്. പുരുഷോത്തമനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. വ്യാപാരികളൊക്കെ വലിയ അവസ്ഥയിലായിട്ടുണ്ട്. അവരാണ് സംസാരിച്ചത് നമ്മളോട്.